നൈറ്റ് ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെക്കും കേട്ടോ. അഥവാ ചെറിയുള്ളി, വെള്ളുള്ളി, ഇഞ്ചി അങ്ങനത്തെ സാധനങ്ങൾ, അതുപോലെ ഇതുപോലെ ചക്കക്കുരു ഒക്കെ രാത്രിക്ക് ഞാൻ ശരിയാക്കി ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റി വെക്കും കേട്ടോ. കാരണം രാവിലെ ഒക്കെ കൂടെ ഒന്നിച്ച് ചിലപ്പോൾ സഹായിച്ചിട്ടില്ലെങ്കിലോ പറഞ്ഞിട്ട് അത് ക്ലീൻ ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ ഹായ് ഹലോ അസ്സാം വലൈക്കും, എല്ലാവർക്കും സുഖല്ലേ? പിറ്റേ ദിവസം രാവിലെ അങ്ങനെ ഇതാ നമ്മുടെ ചെടിയിൽ പൂവ് ലൈറ്റായിട്ടൊക്കെ ഒന്ന് അങ്ങനെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. രാവിലെ അതങ്ങനെ ഉറങ്ങി കിടക്കണ പോലെ തോന്നും, പിന്നെ നല്ല വിടർന്ന് നിൽക്കും. പിന്നെ ആ വെയിലിൻ്റെ കാഠിന്യം പോയി കഴിഞ്ഞാൽ വീണ്ടും അവർ ഉറങ്ങും കേട്ടോ. അവിടെ നമ്മുടെ പാത്തൂക്കോയൊക്കെ നല്ല ഫ്രഷ്നെസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല മഴ, തണുപ്പ്, നല്ല സുഖമല്ലേ. അങ്ങനെ ഇന്ന് ഞാൻ പരിപ്പും ചക്കക്കുരും കറി വെക്കാമെന്ന് വെച്ചു. അങ്ങനെ ചക്കക്കുരു രാത്രി ശരിയാക്കി വെക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഹെവി ആയിട്ടുള്ള വർക്കൊന്നും തോന്നിയില്ല. പിന്നെ ഞാൻ തേങ്ങയൊക്കെ രാത്രി ചുരണ്ടി ഒരു ബോക്സിലിട്ട് മൂടി വെക്കാറാണ് കേട്ടോ പതിവ്. ഇനി കുക്കറിൽ എന്ത് സാധനത്തിൽ വെച്ചാലും കളക്കി പോകുന്ന ഒരു സ്വഭാവമില്ല. കുക്കറിൽ അത് നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ അതൊക്കെ വന്നതിന് ശേഷം ഞാൻ ആ കുക്കറിന് ടീസ്പൂൺ പുറത്തെടുത്ത് വെച്ചു. പിന്നെ കടല ചുണ്ടലും ആയിരുന്നു കേട്ടോ ഉച്ചയ്ക്ക്. കുട്ടികൾക്ക് കഞ്ഞി മതി പറഞ്ഞുകൊണ്ടാണ് ഞാൻ കടല ചുണ്ടലും കൂടെ വെച്ചത് കേട്ടോ. ചിക്കന്, ബീഫ് അങ്ങനെ കഴിക്കുമ്പോൾ പെട്ടെന്ന് വയറിനൊക്കെ കേട് വരുന്നു ഈ ക്ലൈമറ്റിൻ്റെയാണ് തോന്നുന്നു. അങ്ങനെ ഹയത നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാനുള്ളൊരു പ്ലാനിലാണ് കേട്ടോ. അവൾ ഒറ്റയ്ക്ക് കണ്ണെഴുതാൻ പഠിച്ചു കേട്ടോ. എനിക്ക് പോലും കണ്ണെഴുതാൻ അറിയില്ല. അവളുടെ എഴുതി കൊടുക്കുക എന്നല്ലാതെ. പിന്നെ നമ്മുടെ മണിക്കൂട്ടൻ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അവനക്ക് സ്കൂളിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ഏത് ഡേറ്റിലാണ് അവർ ചെയ്യുന്നതെന്ന് അറിയില്ല. എന്നാലും നമ്മൾ ഫോമൊക്കെ ആയിട്ട് പോവുകയാണ് കേട്ടോ. ആധാർ കാർഡും ഫോമൊക്കെ എടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ ഹയമോള് അവളുടെ കണ്ണിൻ്റെ മേലൊന്ന് എഴുതിയിട്ട് അമ്മ എനിക്ക് ക്ലീൻ ആയിട്ട് പറഞ്ഞു. ഞാൻ കണ്ടില്ല, ഒറ്റ കൈ വെച്ച് ഇതാക്കിയപ്പോൾ പോലും അതൊന്ന് കേട് വന്ന് പോയിട്ട്. പക്ഷെ ഉള്ളിൽ അവൾ നീറ്റായി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവളുടെ കണ്ണ് മേലേക്കൊന്ന് എഴുതി കൊടുത്തു. ആള് ചുന്ദരിയായില്ലമ്മ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് കാണിച്ചു തരികയാണ് കേട്ടോ. അപ്പോൾ ചുന്ദരിയായില്ലേ, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോയിലായിരുന്നു പോക്ക്. അപ്പം മനു ഓട്ടോക്കാരന് പറഞ്ഞു കൊടുക്കുകയാണ്, അവിടെ നിർത്തുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു റോസ് ചെടി ഓൾറെഡി വെച്ച് ഞങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ 3-4 റോസ് ചെടിയും കൂടെ മേടിച്ചു കേട്ടോ. ഈ ചെടി പറയുന്നത് എനിക്കൊരു ഭയങ്കര ഒരു ഹരമാണ് കേട്ടോ. അപ്പോൾ ബാക്കി ഇനി വീഡിയോസിൽ കാണിക്കാം. ഓക്കെ ദെൻ ബൈ.